ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ATH ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ സ്പെക്ട്രോസ്കോപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്പെക്ട്രോസ്കോപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയിലെ ഒരു ബ്രാഞ്ചായിട്ടുള്ള റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഓർ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, എന്താണ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഓർ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മളൊരു മാറ്റർ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ ആ മാറ്ററിലേക്ക് റേഡിയേഷൻ പതിപ്പിക്കുകയാണ്. ഏത് റേഞ്ചിലുള്ള റേഡിയേഷൻ? മൈക്രോവേവ് റീജിയനിലുള്ള റേഡിയേഷൻ, 1 to 100 സെൻറ്റിമീറ്റർ ഇൻവേഴ്സുള്ള റേഡിയേഷൻ പതിപ്പിക്കുമ്പോൾ ആ മോളിക്യൂളിലെ റൊട്ടേഷണൽ എനർജി ലെവൽസിൽ ട്രാൻസിഷൻ നടക്കും. അപ്പം ആ ട്രാൻസിഷനൊക്കെ പറ്റി പഠിക്കുന്ന സ്പെക്ട്രോസ്കോപ്പിയിലെ ഒരു ബ്രാഞ്ചാണ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഓർ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി. ജസ്റ്റ് ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിടാം. പിന്നുള്ളത് എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ മോളിക്യൂൾ. ഒരു മോളിക്യൂളിന് എന്താ പറയുക, മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി കാണിക്കണമെങ്കിൽ അതിനൊരു വലിയൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഒന്നുമില്ല, ഒരു മോളിക്യൂളിന് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടോ അത് മൈക്രോവേവ് ആക്റ്റീവ് ആയിരിക്കും. നമ്മുടെ കാർബൺ മോണോക്സൈഡ് ഒരു ഡൈപോൾ മൊമെൻ്റ് ഉള്ള മോളിക്യൂളാണ്. NO ഒരു ഡൈപോൾ മൊമെൻ്റ് ഉള്ള മോളിക്യൂളാണ്. H2O ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. HCl പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടെങ്കിൽ ആ മോളിക്യൂൾ മൈക്രോവേവ് ആക്റ്റീവ് ആയിരിക്കും. ഇനി H2Cl2 ഒരേ ആറ്റമാണ്, ഇലക്ട്രോനെഗറ്റീവ് ഡിഫറൻസ് ഇല്ല, സോ ഈക്വൽ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അവിടെ ഡൈപോൾ മൊമെൻറ്റ് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ H2 മോളിക്യൂളിന് ഡൈപോൾ മൊമെൻറ്റ് ഇല്ല, സോ അത് മൈക്രോവേവ് ഇനാക്റ്റീവ് ആണ്. Cl2 ഇല്ല, CO2 ഇല്ല. അപ്പം ഇനി നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിലെ ഡെറിവേഷൻ പാർട്ടിലേക്ക് കിടക്കുകയാണ്. റിജിഡ് റൊട്ടേറ്ററിൻ്റെ എക്സ്പ്രഷൻ ഫോർ റൊട്ടേഷണൽ എനർജി ഓഫ് എ റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾ. നമ്മളൊരു ഡയറ്റോമിക് മോളിക്യൂൾ എടുക്കുന്നു. ആ ഡയറ്റോമിക് മോളിക്യൂളിലെ റൊട്ടേഷൻ എനർജി ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്യാമെന്ന് നോക്കാം. ഇത് കുറച്ച് സിമ്പിൾ കാൽക്കുലേഷനാണ്, പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കാണാതെ പഠിച്ച് വെക്കേണ്ടി വരും. കാരണം ഇന്നത് ഏതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിടണം. അപ്പം നമുക്ക് കിടക്കാം. അപ്പം കൺസിഡർ എ പോളാർ ഡയറ്റോമിക് മോളിക്യൂൾസ്. ഇറ്റ്സ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ് ത്രൂ എ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി C. അപ്പോൾ നമ്മളൊരു ഡയറ്റോമിക് മോളിക്യൂൾ, ഇവിടെ ഒരു ആറ്റം ഉണ്ട്, ഇവിടെ ഒരു ആറ്റം ഉണ്ട്. ഇതൊരു ഡയറ്റോമിക് മോളിക്യൂളാണ്. ഈ ആറ്റത്തിൻ്റെ മാസ് M1 ആണ്, ഈ ആറ്റത്തിൻ്റെ മാസ് M2 ആണ്. ഇവിടെ C എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്ന, ഇതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി C ഇവിടെ ഉണ്ട്. ഈ M1ൽ നിന്നും ഈ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ ആറ്റത്തിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസിനെ സ്മോൾ ലെറ്റർ R എന്ന് നമ്മൾ പറയുന്നു. ഇനി ഈ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ നിന്നും സിയിലേക്കുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ R1 എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ M2ൻ്റെ സെൻറ്ററിൽ നിന്നും ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഭാഗത്തേക്കുള്ള ഈ നീളത്തിനെ നമ്മൾ R2 എന്നും കൂടി പറയുന്നു. എന്താണ് R2 കൂടി പറയുന്നത്? അപ്പോൾ നമ്മൾ നോക്കുക, എന്താണ് ഈ റിജിഡ് റൊട്ടേറ്റർ? ഒന്നുമില്ല, റിജിഡ് റൊട്ടേറ്റർ എന്ന് പറയുമ്പം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് ഇല്ലേ, അതായത് ബോണ്ട് ലെങ്ത്ത്, ഇത് നമ്മൾ ഇനി മൊത്തം നീളത്തിനെന്ന് പറയുന്നതാണ് R ആണ്. അപ്പോൾ ഈ R റിമെയിൻ കോൺസ്റ്റൻറ്റ് വരികയാണെങ്കിൽ അത്തരം മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് റിജിഡ് റൊട്ടേറ്റർ. ഇവിടെ നോക്കുക, ഈ R എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഫിക്സ്ഡ് ആണ്, സോ ദർ ഈസ് നോ വേരിയേഷൻ. സോ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ റിജിഡ് റൊട്ടേറ്റർ ആയിട്ട് പറയാം. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളമാണ്, ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള നീളമാണ് സ്മോൾ ലെറ്റർ R. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിലേക്കുള്ള ദൂരം R1 ആണ്, ഇതിൽ നിന്നും ഇതിലേക്കുള്ള ദൂരം R2 ആണ്. അപ്പോൾ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു റിലേഷൻ ഉണ്ടാക്കാം. M1 R1 എന്ന് പറയുന്നത് M2 R2ന് ഈക്വലാണ്. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഈ R1ഉം ഈ R2ഉം ചേർന്നാൽ ഈ വലിയ R കിട്ടൂലേ. അപ്പം R എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ R ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 ആയിരിക്കും. ഈ ലെങ്ത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോണ്ട് ലെങ്ത്ത്. ഇനി നമുക്ക് റിജിഡ് റൊട്ടേറ്ററിലേക്ക് അടക്കാം. അപ്പം എ മോളിക്യൂൾ ഈസ് സെഡ് ടു ബി എ റിജിഡ് റൊട്ടേറ്റർ ഡ്യൂറിങ് റൊട്ടേഷൻ ഇറ്റ്സ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അതായത് ബോണ്ട് ലെങ്ത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. സോ നമുക്ക് I എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യൽ ഇക്വേഷൻ I mr² ആണെന്ന് നമുക്കറിയാം. സോ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ I m1 r1² പ്ലസ് m2 r2². ഇവിടെ നോക്കുക, ഈ m1 r1² ആണ്. നമുക്ക് R1² R1 ഇൻറ്റു R1 എന്ന് പറഞ്ഞൂടെ? ഒന്നുമില്ല, M1 ഇൻറ്റു R1 ഇൻറ്റു R1. ഇവിടെയും നോക്കുക, M2 കഴിഞ്ഞ് R2², M2 R2 ഇൻറ്റു R2 നമുക്ക് എഴുതാം. ഇതിനെയാണ് ഇക്വേഷൻ നമ്പർ 3 നമ്മൾ കൊടുക്കുന്നു. ഇനി നമുക്ക് നോക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 1 ഇൻ 3. ഇക്വേഷൻ 1 എന്താണ്? M1 R1 ഇസ് ഈക്വൽ ടു M2 R2.
ഇക്വേഷൻ 3 എന്താണ്? ഇതിൽ ഈ സാധനം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ നോക്കുക, M1R1 M1R1 പകരം നമുക്ക് എന്ത് എഴുതാം? M2R2 എന്ന് എഴുതാം. സോ നമ്മളിവിടെ M2R2 ഇൻറ്റു R1 എഴുതുന്നു. ഈ M2R2നെ നമുക്ക് M1R1 എന്ന് എഴുതിക്കൂടെ? സോ അങ്ങനെയാണെങ്കിൽ ഈ M2R2ന് പകരം നമ്മൾ എന്ത് ചെയ്തു? M1R1 ഇൻറ്റു R2 എന്ന് എഴുതും. അതായത് M2 ഇൻറ്റു R2 ഇൻറ്റു R1 പ്ലസ് M1 ഇൻറ്റു R1 ഇൻറ്റു R2. ഇങ്ങനത്തെ ഒരു റിലേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇവിടെ നോക്കുക, R1 R2 കോമൺ ആണ്, R1 R2 കോമൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോമൺ ആയിട്ടുള്ള R1 R2നെ ഇവിടെ എടുത്തെഴുതും. എന്നിട്ട് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് M1 പ്ലസ് M2 ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. ഇനി നമുക്കറിയാം R എന്ന് പറയുന്നത് R1 പ്ലസ് R2 ആണ്. നമുക്കറിയാം R എന്ന് പറയുന്നത് R1 പ്ലസ് R2. അപ്പോൾ R2ന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ഞാനിവിടെ എഴുതുന്നു. R2ന് വേണ്ടി ഇക്വേഷൻ എഴുതുമ്പോൾ ഈ സാധനം ഈ R1 ഇങ്ങോട്ടേക്ക് പോകും, R മൈനസ് R1 ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഓൺ ഇക്വേഷൻ നമ്പർ 1. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 നോക്കാം. M1R1 ഇസ് ഈക്വൽ ടു M2R2. ഇതിലേക്ക് നമ്മൾ ഈ R2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? M1R1 ഇസ് ഈക്വൽ ടു ഈ M2 ഇൻറ്റു R2ന് പകരം നമ്മൾ എന്ത് ചെയ്തുക? R2ന് പകരം R മൈനസ് R1 എന്ന് എഴുതുക. അത് M2 ഇൻറ്റു R മൈനസ് R1 എന്ന് എഴുതി. നമുക്ക് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. M2 ഇൻറ്റു R M2R മൈനസ് M2R1. ഇനി നമുക്ക് M1R1 ഇവിടെ വെച്ചിട്ട് നമ്മുടെ M2R1നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. M1R1 പ്ലസ് M2R2 ഈക്വൽ ടു M2R എന്ന് നമുക്ക് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ R1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. R1 എങ്ങനെയായിരിക്കും? M2R ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആയിരിക്കും. നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഇതേ സാധനം തന്നെ നമ്മൾ R2ന് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷനും കിട്ടും, M1R പ്ലസ് M1 പ്ലസ് M2. അപ്പോൾ ഇത് ഡെറിവേഷൻ പാർട്ടിൽ നിങ്ങൾ ഈ R1 കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ചു നോക്കുക. R1 എന്ന് പറയുന്നത് M2R ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഇതിനെ പഠിക്കാനുള്ളൊരു എളുപ്പവഴി ഞാൻ പറയുകയാണ്. നമ്മൾ R1 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ട മാസ് M2 ആയിരിക്കണം. അപ്പോൾ ഇവിടെ M2R എന്ന് എഴുതി ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇനി R2 ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എടുക്കുന്ന മാസം എന്തായിരിക്കണം? M1 ആയിരിക്കണം. M1 ഇൻറ്റു R ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഈ ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ചില്ല. ജസ്റ്റ് ഈ വഴി വന്നില്ലേ, ഈ വഴി ചെയ്യാൻ കിട്ടിയില്ലേലും നിങ്ങൾ ഇക്വേഷൻ മെയിനായിട്ട് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടിയ എന്തായിരുന്നു? R1ൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കി, R2ൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കി. ഇനി പുട്ട് 5 and 6 ഇൻ ഇക്വേഷൻ 4. ഇപ്പോൾ നമുക്കറിയാം 5 എന്ന് പറയുന്നത് എന്താണ്? R1ൻ്റെ ഇക്വേഷൻ. 6 എന്ന് പറയുന്നത് R2ൻ്റെ ഇക്വേഷൻ. ഇത് നമ്മൾ എന്തിലാണ് പുട്ട് ചെയ്യുന്നത്? ഇക്വേഷൻ നമ്പർ 4 ആണ്. ഇക്വേഷൻ നമ്പർ 4 എന്താണ്? I is equal to R1 ഇൻറ്റു R2 ഇൻറ്റു M1 പ്ലസ് M2 ആണ്. ഒന്നുമില്ല, R1ൻ്റെ വാല്യൂ ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. രണ്ടെണ്ണത്തിനും R1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, R2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അത് M2R ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ആണ്. ഇവിടെയും M1R ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ആണ് ഇൻറ്റു M1 പ്ലസ് M2. ഈ M1 പ്ലസ് M2 ഈ M പ്ലസ് M2 ചത്തുപോകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? M1 ഇൻറ്റു M2 R² ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആയിരിക്കും. ഇനി മ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോവാണ്. M1 M2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2. ഇതിനെ നമ്മൾ മ്യൂ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതിനെ റെഡ്യൂസ്ഡ് മാസ് എന്നാണ് പറയുന്നത്. R നമുക്കറിയാം ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ്, അതായത് ബോണ്ട് ലെങ്ത്. അപ്പോൾ നമുക്കിതിനെ ചുരുക്കിയിട്ട് I is equal to ഈ M1 M2 ഡിവൈഡ് ബൈ M1 പ്ലസ് M മ്യൂ എന്ന് പറയുന്നു ഇൻറ്റു R². I is equal to മ്യൂ R² എന്ന് എഴുതാം. ഇനി നമുക്ക് റൊട്ടേഷൻ എനർജീൻ്റെ ടേം എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. ഇവിടെ നോക്കാം, എക്സ്പ്രഷൻ ഫോർ റൊട്ടേഷൻ എനർജി, അലൗഡ് എനർജി ലെവൽസ്. അപ്പോൾ നമ്മളൊരു ഡയറ്റോമിക് മോളിക്യൂൾ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് L എന്ന് പറയുന്നത് I ഒമേഗയാണ്. L is equal to ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് L is equal to I ഒമേഗയാണ്. ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആണ്. നമുക്ക് ഈ Lനെ ഈ വേറൊരു ഇക്വേഷൻ വരെ എഴുതാൻ പറ്റും. L is equal to root of J into J plus 1 into H by 2π. ദിസ് ഈസ് Lൻ്റെ ഇക്വേഷൻ. അപ്പം നമുക്ക് റൊട്ടേഷണൽ എനർജി കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ റൊട്ടേഷണൽ ലെവലിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് സാധാ കൈനറ്റിക്സ് ഉള്ള കൈനറ്റിക് എനർജീനെ പറ്റി നമുക്കറിയില്ലേ, 12 mv². അപ്പം ഇവിടെ മാസിന് പകരം നമ്മൾ എടുക്കുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. വെലോസിറ്റിക്ക് പകരം ആംഗുലാർ വെലോസിറ്റിയാണ് എടുക്കുന്നത്. അപ്പം 12 mv ഇതിനെ പറ്റി റൊട്ടേഷണൽ ആയിട്ടുള്ള ഇതിനെക്കുറിച്ച് നമുക്കൊരു ബോധവും ഇല്ലെങ്കിലും നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. A is equal to 12 mv² ആണ്. അതുപോലെ തന്നെ ഇവിടെ മാസിന് പകരം
ഐ ആണ് വെലോസിറ്റിക്ക് വരാം ആംഗുലാർ വെലോസിറ്റിയാണ്. അപ്പം ഹാഫ് mv² ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കാം. ഈ റൊട്ടേഷൻ എനർജി എന്ന് പറയുന്നത് ഹാഫ് i⍵² ആണ്. ഇനി നമ്മളിവിടെ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, ഉഡായിപ്പ് ഓഫ് മാത്തമാറ്റിക്സിലെ ഒരു ഉഡായിപ്പ് നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ ഹാഫ് ഇൻറ്റു i⍵² എഴുതി, ഇവിടെ ഒരു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ, അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പം ഒന്നൊന്നുമില്ല, ഹാഫ് i⍵² ഇവിടെ ഒരു ഐ നമ്മൾ ഗുണിച്ചു, ഇതിൻ്റെ കൂടെ ഒരു ഐ കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യും, ആ ഐനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഡിവൈഡഡ് ബൈ ഐ ആക്കാം, അതായത് 1 ആക്കാം. അപ്പോൾ അവിടെ നോക്കുക, ഹാഫ് i ഇൻറ്റു i²ω². അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഹാഫ് ഇൻറ്റു i²ω² ഡിവൈഡഡ് ബൈ ഐ എന്ന് കിട്ടും. നമുക്കറിയാം L = i⍵ ആണ്. i²ω² എന്ന് പറയുന്നത് എന്തായിരിക്കും, L². അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൊട്ടേഷൻ എനർജീൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം, ഫോർത്ത് EJ = L²/2i, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4 ആണ്. മറ്റേത് മുകളിലുള്ളത് ഇക്വേഷൻ നമ്പർ 3. ഇപ്പോൾ നോക്കുക, എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു L = √J × J+1. ഈ J എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുമില്ല, അത് റൊട്ടേഷണൽ കോണ്ടന്റ് നമ്പറാണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ റൊട്ടേഷണൽ കോണ്ടന്റ് നമ്പേഴ്സിനെ പറ്റി പറഞ്ഞു. അതിൻ്റെ ലെവൽസ് 0, 1, 2, 3 എന്നിങ്ങനെയായിരിക്കുന്നു. 0, 1, 2, 3 എന്നിങ്ങനെ ആയിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ അതാണ് റൊട്ടേഷണൽ കോണ്ടന്റ് നമ്പേഴ്സ്. അതാണ് ഇവിടെ J എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എനർജീന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ എഴുതണ്ടേ, അത് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് EJ = L²/2i, നമ്മൾ നേരത്തെ എത്തിച്ചേർന്ന ഇക്വേഷൻ അത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, എല്ലിന് വേണ്ടിയിട്ട് വേറൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. L = √J × J+1 ഡിവൈഡഡ് ബൈ h/2π എന്ന് കൊടുക്കുക. അപ്പോൾ ആ ഇക്വേഷൻ നമുക്കിവിടെ L² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് കാൽക്കുലേഷൻ സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ആണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് EJ = h²/8π²i × J × J+1 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 5 ആക്കുന്നു. അപ്പം ഇതാണ് റൊട്ടേഷണൽ എനർജി കണ്ടുപിടിക്കാനുള്ള, ജൂളിൽ നമ്മൾ റൊട്ടേഷണൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം EJ = h²/8π²i × J × J+1. ഇനി നമുക്കറിയാം, ഈ ഒരു റൊട്ടേഷണൽ നമ്മൾ മൈക്രോവേവ് റേഡിയേഷൻ കൊടുക്കുമ്പോൾ ആ മോളിക്യൂൾ അത് അബ്സോർബ് ചെയ്ത് റൊട്ടേഷണൽ എനർജി ലെവൽസിലെ ട്രാൻസിഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടെ നോക്കുക, J എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എനർജി ലെവലിൽ നിന്നും J' എന്ന് പറഞ്ഞിട്ടുള്ള എനർജി ലെവലിലേക്ക് മോളിക്യൂള് ചാടി. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ΔE = hν ആണ്. അവിടെ നോക്കുക, ഇവിടെ എക്സൈറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്താണ്, EJ. അപ്പം ഇതിലെ J' എനർജി മൈനസ് EJ, അതായത് ഗ്രൗണ്ട് സൈഡിലെ എനർജി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ΔE കണ്ടുപിടിക്കാം. ചേഞ്ച് ഇൻ എനർജി, അതായത് ആ ട്രാൻസ്ഫറിൻ്റെ ഗ്യാപ്പ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ EJ' പറയുന്നത് h²/8π²i × J'/J+1 ആവും. ഈ J'-ൽ നിന്നും EJ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. എനർജി ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം വേറൊരു സാധനമാണ് ഈ വേവ് നമ്പർ. നമുക്ക് ഈ എനർജിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് പകരം വേവ് നമ്പറിൽ എക്സ്പ്രസ് ചെയ്യാം. എന്താ ഈ വേവ് നമ്പർ, നമുക്ക് നോക്കാം. ΔE = hν ആണെന്ന് നമുക്കറിയാം. അതിന് നമുക്ക് h × c/λ എന്ന് എഴുതി കൂടെ. 1/λ ഇത് വേവ് ലെങ്ത്തിൻ്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേരാണ് വേവ് നമ്പർ, ന്യൂ ബാർ. അപ്പം ഈ ന്യൂ ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, ΔE ഡിവൈഡഡ് ബൈ h × c × ന്യൂ ബാർ അല്ലേ. ഈ ന്യൂ ബാർ നമുക്ക് കണ്ടുപിടിക്കണം, അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ hനെ താഴത്തേക്ക് കൊണ്ടുവരിക, അപ്പോൾ അങ്ങനെ ഡിവൈഡഡ് ബൈ ആവും. ഇപ്പോൾ ന്യൂ ബാർ = ΔE/hc എന്ന് എഴുതും. ഈ ന്യൂ ബാർ എന്ന് പറയുന്നത് ΔE/hc ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കാം, EJൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു, h²/8π²i ഡിവൈഡ് ബൈ J × J+1. അതിനെ നമ്മൾ hc കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വേവ് നമ്പർ കിട്ടൂലേ. അതിനെ നമ്മൾ വേറൊരു ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക, എപ്സിലോൺ ഉള്ള ഐൻ്റെ ഇക്വേഷൻ നമ്മൾ അടിയിൽ കാണാം. ഏറ്റവും അടിയിൽ നോക്കാം, εj = b × J × J+1 ആണ്. അപ്പോൾ എന്താ ഉദ്ദേശിച്ചത് നമുക്ക് നോക്കാം. നമ്മളൊക്കെ h²/8π²i × J × J+1 എന്ന് പറയുന്നത് EJ റൊട്ടേഷൻ എനർജിയാണ്. ആ റൊട്ടേഷൻ എനർജീനെ നമ്മൾ hc കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ h ക്യാൻസൽ ചെയ്തു, നമുക്ക് h/8π²i J × J+1 ഡിവൈഡഡ് ബൈ c എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ കിട്ടും. ഇവിടെ നോക്കുക, J × J+1 ഈ h × 8π²ic എന്ന് പറഞ്ഞിട്ടുള്ളത് കോൺസ്റ്റൻറ്റുകളുള്ള കുറേ ഗുണന ടേമാണ്.
അപ്പം അതിനെ നമുക്ക് എന്താ ചെയ്യുക, ഒരു കോൺസ്റ്റൻ്റ് ആക്കാം. ഈ എച്ച് ഇവിടെ നോക്കുക, നിങ്ങൾ കാണുന്നുണ്ടാവും. രണ്ടാമത്തെ ഏറ്റവും ലാസ്റ്റിലെ ഇക്വേഷൻ H/8π² IC J/J+1 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, H/8π² ICനെ നമുക്ക് B എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ഈ B എന്ന് പറയുന്ന ലെറ്ററേഷനാണ് റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം B = റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് B × J/J+1 = EJ. അതായത് നമ്മൾ എനർജീനെ വേവ് നമ്പറിൻ്റെ കേസിൽ നമ്മൾ എടുത്തു വെച്ചു. ഇനി നമുക്ക് ജൂളിലുള്ള എനർജി നോക്കാം. EJ = h²/8π² J/J+1. ഈ H/8π²നെ നമ്മൾ പറഞ്ഞു റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു. ആ കോൺസ്റ്റൻറ്റ് ഇവിടെ വെച്ചു. നമ്മളിപ്പം ജൂളിൻ്റെ കേസിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് വേവ് നമ്പറിൻ്റെ കേസിലായിരുന്നു. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ജൂളിൻ്റെ കേസിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നാണ്. അപ്പം H/8π² IC ആണ്. ഇതിനെ നമുക്ക് B എന്ന് കൊടുത്തു. ഇവിടെ H ഉണ്ട്, C ഉണ്ട്. BHC × J/J+1 ജൂളിൽ ടേംസുള്ള എനർജി. നമ്മൾ വേവ് നമ്പർ കേസുള്ള ഇത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ദാറ്റ് ഈസ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണുന്നതാണ് B × J/J+1. ഇവിടെ നമ്മൾ ജൂളിൻ്റെ കേസിലാണ് എനർജി എടുത്തത്. EJ = BHC × J/J+1. അപ്പോൾ നമുക്ക് ഇനി വാല്യൂസ് ഒന്ന് കൊടുത്തു നോക്കാം. ഇവിടെ നോക്കാം, റൊട്ടേഷണൽ ലെവൽസ് നമ്മൾ പറയുന്നത് J എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് റൊട്ടേഷണൽ നമ്പർ. നമ്മൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തുടങ്ങുന്നത് റൊട്ടേഷൻ ലെവൽസ് തുടങ്ങുന്നത് J = 0, 1, 2, 3 എന്നിങ്ങനെയാണ്. അപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റ് നോക്കാം. ഈ 0 നമുക്ക് കൊടുത്തു നോക്കാം. Jൻ്റെ വാല്യൂ 0 ആകുമ്പോൾ അപ്പോഴുള്ള എനർജി നോക്കാം. ഇറ്റ് ഈസ് 0. B × H × C × J/J+1 0 × 1 ചെയ്തുകയാണെങ്കിൽ 0. EJ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാം, Jൻ്റെ വാല്യൂ 1 കൊടുക്കുക. Jൻ്റെ വാല്യൂ 1 കൊടുക്കുക. നമുക്കറിയാം 1 × 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പം BHC 2 × BHC എന്ന് വരും. അപ്പോൾ 2 BHC ആണ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലെ എനർജി എന്ന് പറയുന്നത് 2 BHC ആണ്. ഇനി നമ്മൾ J എന്ന് പറയുന്നത് 2 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 6 BHC കിട്ടും. Jൻ്റെ വാല്യൂ 3 കൊടുക്കുകയാണെങ്കിൽ 12 BHC എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എനർജി ലെവൽസ്. ഫസ്റ്റ് 0, പിന്നെ 2 BHC. അതായത് റൊട്ടേഷണൽ കോണ്ടന്റ് നമ്പർ ഇവിടെ 0 ആണ്. 0 ആകുമ്പോൾ ഉള്ള എനർജി 0. പിന്നെ നമ്മൾ 1 ആയിരിക്കും. റൊട്ടേഷണൽ കോണ്ടന്റ് നമ്പർ 1 ആണെങ്കിൽ അതിനുള്ള എനർജി 2 BHC, പിന്നെ 6 BHC, 12 BHC, 20 BHC, 30 BHC. ഇതാണ് നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിലെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഞാൻ റഷ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ ചിലപ്പം തെറ്റുകൾ ഉണ്ടാവും. ആ തെറ്റുകൾ നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു.